വിഷൻ ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സുകുമാരക്കുറുപ്പുമായി രൂപസാദൃശ്യമുള്ളയാളെ വിദേശത്ത് കണ്ടെത്തിയെന്ന വാർത്തയിൽ ട്വിസ്റ്റ്. പുറത്ത് പ്രചരിക്കുന്നത് കരുമത്ര സ്വദേശി ദാമോദരമേനോന്റെ ചിത്രമെന്ന ബന്ധുക്കൾ സ്പെഷ്യൽ ബ്രാഞ്ച് ACP വീട്ടിലെത്തിയ വിവരങ്ങൾ ശേഖരിച്ചു. തൃശൂരിൽ നാളെ പുലിയിറക്കം. പുലിമടകളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇത്തവണ 9 സംഘങ്ങളാണ് ചുവടുവയ്ക്കുന്നത്. ചിറ്റാറ്റുകരയിൽ ലോറിയിൽ സാധനങ്ങൾ കയറ്റുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പാവറട്ടി സ്വദേശി ജോയ്സൺ ആണ് മരിച്ചത്. ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ജയന്തി ആഘോഷം ഇന്ന്. നാടെങ്ങും വിപുലമായ പരിപാടികൾ. കാഴ്ച പരിമിതിയുള്ള ലോട്ടറി വിൽപ്പനക്കാരന്റെ ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. 9 ലോട്ടറി ടിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. വാർത്തകൾ വിശദമായി. അത് സുകുമാരക്കുറുപ്പല്ല. പാസ്പോർട്ടിലെ ഫോട്ടോ കരുമത്ര സ്വദേശി ദാമോദരമേനോന്റേതെന്ന് ബന്ധുക്കൾ. അതെ, അത് സുകുമാരക്കുറുപ്പല്ല. സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ പ്രചരിക്കുന്ന ഫോട്ടോ കരുമത്ര സ്വദേശിയുടേതാണ്. കരുമത്ര മൂർക്കനാട്ട് നാരായണൻ ജാനകി ദമ്പതികളുടെ മകനായ ദാമോദരമേനോൻ. അദ്ദേഹം ഇപ്പോൾ ബ്രൂണയിലാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ പ്രചരിച്ചത്. അത് വീട്ടുകാർ തിരിച്ചറിയണം. അദ്ദേഹത്തിന്റെ സഹോദരൻ കരുണാകരമേനോൻ. എപ്പോഴാണത് ഇങ്ങനെ വാർത്ത പ്രചരിക്കുന്നപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്? എനിക്കിത് ഞാൻ ഇപ്പം നിങ്ങൾ വന്നു, എല്ലാവരും വന്നു, അപ്പം അറിഞ്ഞത്. പിന്നെ പേപ്പറിൽ ഇങ്ങനെ കേട്ടു. ചേട്ടനായിട്ട് ആളുമില്ല, ചേട്ടനായിട്ട് ചേട്ടൻ എന്താ ആക്സിഡന്റ് പറ്റി, അപ്പോൾ കണ്ടു. അദ്ദേഹം എത്ര വർഷമായി അവസാനം നാട്ടിൽ വന്നിട്ട്? എത്ര വർഷമായി? 30 വർഷമായി. 30 വർഷം. ബന്ധപ്പെടാറുണ്ട്? കുടുംബവുമായി ബന്ധപ്പെടാറുണ്ടോ? ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഇപ്പോൾ വിളിക്കാറില്ല. ഫസ്റ്റ് ഭേദമായിരിക്കണം. ഞാൻ ഇന്നിപ്പോൾ ആ സുഹൃത്ത് എനിക്ക് കോണ്ടാക്ട് ചെയ്തേ, അയാൾ വരും, ഫോട്ടോ കണ്ടു സംസാരിച്ചു. അല്പസമയം മുമ്പ് സംസാരിച്ചു. ചേട്ടനുമായി സംസാരിച്ചു നേരിട്ട്. എന്ത് പറഞ്ഞു? അപ്പം എന്നോട് പറഞ്ഞു, പേരെക്കുറിച്ച് ചോദിച്ചു. എൻ്റെ മോനും ഭാര്യയ്ക്കും വിശേഷമൊന്നുമില്ല, സുഖം തന്നെ, ഇവിടെയുള്ളവർക്കും വിശേഷമൊന്നുമില്ല ചോദിച്ചു. പിന്നെ കുറച്ച് പണിയുണ്ട് വീടിനും. ആ വീടൊക്കെ ഈ വാർത്ത പ്രചരിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് വന്നിരുന്നു അല്ലേ? പോലീസ് വന്നിരുന്നു, അന്വേഷിച്ചു. അവിടെ പല ഈ മലയിലേക്കറിയല്ലോ, ഞങ്ങളുടെ പിന്നാലെ പലരും ഉണ്ടാവും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സഹോദരി സരളാദേവിയുമായി സ്പെഷ്യൽ ബ്രാഞ്ച് ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ച ചെയ്തെന്ന് പറഞ്ഞത് ശരിയാണോ? ഇവിടെ ആരും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഇവിടെയുണ്ട്. ദാമോദരമേനോന്റെ ഒരു ഫോട്ടോ ഇവിടെയുണ്ട്. നമുക്കറിയാം, പ്രചരിച്ച ഫോട്ടോ നമുക്കറിയാം. ഈ ദാമോദരമേനോന്റെ ഫോട്ടോ കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പാസ്പോർട്ട് ഫോട്ടോയാണ് പിന്നീട് പ്രചരിക്കുകയുണ്ടായത്. ഇപ്പോൾ കരിമത്രയിൽ മൂർക്കനാട് കുടുംബത്തിൽ ദാമോദരമേനോൻ എന്ന് പ്രചരിക്കുന്ന ദാമോദരമേനോന്റെ ആ ഫോട്ടോ, സുകുമാരക്കുറുപ്പ് എന്ന പേര് പ്രചരിക്കുന്ന ദാമോദരമേനോന്റെ വീട്, ഇപ്പോൾ അദ്ദേഹത്തിന് കുടുംബവുമായി ബന്ധപ്പെട്ട താമസ സ്ഥലമോ വീടോ എന്തെങ്കിലും ഉണ്ടോ അദ്ദേഹത്തിനോട്? ഇതന്നെ വീട്, തറവാടാണ്. ഇതാണ് തറവാട്. ആ മരുമകള്, അപ്പുറത്തെ മരുമകൻ, വേറെ എൻ്റെ ഭാര്യയും മോനും. ആ കുട്ടിയെ ചോദിച്ചു, അവർ മുള്ളൂർക്കരയാണ്. അതല്ല കാര്യം, ഓണം കൂടെ അല്ലേ. ശരി, ഞാനും കൂട്ടി തുടങ്ങിയാലും ചോദിച്ചു നോക്കൂ. ശരി, എന്തായാലും അത് സുകുമാരക്കുറുപ്പല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സുകുമാരക്കുറുപ്പ് വലിയ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കരിമത്രയിലെ മൂർക്കനാട് കുടുംബത്തിലെ ദാമോദരമേനോൻ, അദ്ദേഹം ഇപ്പോൾ ആക്സിഡന്റ് പറ്റി ബ്രൂണയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാനുള്ളത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. നാളെ തൃശൂരിൽ പുലിയിറക്കം. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. അങ്ങനെ തൃശൂർ നഗരം പുലിയാവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു പുലിക്കളി കൂടി സ്വരാജ് റൗണ്ടിൽ അരമണി കിലുക്കി വന്യമായ ചുവടുകളുമായി ആ ആവേശത്തിലേക്ക് നാട് കാത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇത്തവണ ഒട്ടേറെ വിവാദങ്ങൾ പുലിക്കളിയുമായി ബന്ധപ്പെട്ട്, പുലിക്കളി അത്രയേറെ മികച്ച കലാരൂപമാണ് എന്നുള്ള രീതിയിൽ വിവാദങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ തൃശൂർ നഗരം ഒന്നാകെ ആ പുലിക്കളിയെ നെഞ്ചോട് ചേർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ നമ്മൾ അയ്യന്തോൾ ദേശത്താണ് നിൽക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ നോക്കൂ. ആ ഒരു കൂട്ടായ്മ, ആ മതസൗഹാർദ്ദമെല്ലാം നമുക്ക്
അയ്യന്തോൾ ദേശത്തിൻ്റെത് മാത്രമല്ല, ഇത്തവണയുള്ള പുലിക്കളി 9 സംഘങ്ങളിലും അത് കാണാൻ കഴിയും. പല സംഘങ്ങളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചിലരെല്ലാം ചില സമയത്ത് വിട്ടുനിൽക്കാറുണ്ട്. ഇപ്പോൾ ആ പുലിക്കളിയോടനുബന്ധിച്ചുള്ള പെയിന്റ് അരയ്ക്കുന്ന പണികൾ, തലേ ദിവസം ഉള്ള പുലിക്കളിയുടെ പെയിന്റ് അരയ്ക്കുന്ന പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ്. അധികവും മിനുസമായി ആ പുലിപ്പെയിന്റ് ഒരുക്കണം അല്ലേ? നല്ല പണിയാണല്ലേ? അതെ അതെ അതെ. നാളെ പുലിക്കളിക്ക് ചൂടും വെക്കുന്നുണ്ട്. എത്ര കൊല്ലമായി? ഞാൻ 3-4 വർഷമായി. 4 വർഷമായി. എങ്ങനെയാണ് ആ ഫീല്? അടിപൊളിയല്ലേ? അതായത് നാട് മുഴുവൻ കാത്തു നിൽക്കുകയാണ് ആ അരമണിക്ക് ഇരിക്കത്തിനായി. ഇത്തവണ 9 ടീമുകളാണുള്ളത്. 51 പുലികൾ വീതമുണ്ടാകും. ഒപ്പം തന്നെ 3 ടാബ്ലോ. ഈ ടാബ്ലോയ്ക്കും ഓരോ ക്രമമുണ്ട്. അത് പുലിവണ്ടി ഉണ്ടാകും. അതുപോലെ തന്നെ അതിനോടൊപ്പം ഒരു പുരാണ ഇതിവൃത്തം ഉണ്ടാകും, സമകാലിക സംഭവം ഉണ്ടാകും. ഇനി ഒരു സ്പെഷ്യൽ പുലിയെ കാണിച്ചു തരാം. ആ പുലി കറുപ്പ് അരച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ വേഷമിടുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, സിനിമയിലും പുലിയായി തന്നെ ഭാഗമായിട്ടുണ്ട്. ഒരു പ്രത്യേകത, അദ്ദേഹം വിദേശത്ത് നിന്നും ഈ പുലിക്കളിക്കായി വന്നിരിക്കുകയാണ് ലീവ് എടുത്ത്. വിപിൻ അല്ലേ? വിപിന്റെ വീട് ഇവിടെ തന്നെ പോകുന്നു. എത്രാമത്തെ വർഷം നോക്കുകയാണെങ്കിൽ 10-20 വർഷമായി. എല്ലാ വർഷം അടുപ്പിച്ചിടാറില്ല, എങ്കിലും ഇവിടെ ഇപ്പോൾ 3-മൂന്നാമത്തെ വർഷം അയ്യന്തോളിന് വേണ്ടിയിട്ട്. ആ ഒരു ആവേശം തന്നെയാണ് ഇങ്ങോട്ട് എത്തിച്ചത്. തന്നെയാണ്. ഇതുപോലെ ഈ ആവേശം നെഞ്ചേറ്റുന്ന ഒരുപാട് പേരുണ്ട്. അത് പുലിവേഷം കെട്ടണമെന്നില്ല. അതുപോലെ ചില ചെറിയ കുട്ടികൾ, വനിതകളെല്ലാം ഈ പുലിവേഷവും എല്ലാമായി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. TCVയിലൂടെ തത്സമയം എല്ലാവർക്കും കാണാൻ സാധിക്കുകയും ചെയ്യും. ഈ സംഘാടക സമിതിയിൽ നിരവധി പേരുണ്ട്. എന്താ ഈ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഒരുക്കങ്ങളുടെ അവസാനത്തെ ഭാഗം എന്ന് പറഞ്ഞാലാണ് ഈ ചായരക്കൽ. ഇദ്ദേഹം പറഞ്ഞല്ലോ വിപിൻ ഇതിന് വേഷമിടാമെന്ന്. ഞങ്ങളുടെ രക്ഷാധികാരി മിസ്റ്റർ ബാബുരാജ് ഏറെ കൊല്ലമായിട്ട് ഈ സാമ്പത്തികം വലിയ പരാതി ഉയർത്താറുണ്ട്. ഇത്തവണ അത്ര ബുദ്ധിമുട്ടില്ലെന്ന് തോന്നുന്നില്ലേ? പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പണവും കൂടി ലഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വളരെയധികം ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരുടെ എല്ലാവരുടെയും ഭയങ്കര സഹകരണമാണ് എത്തണം. പക്ഷേ ഒപ്പം തന്നെ പറയാനുള്ളത്, നമുക്കറിയാം TCV ഒക്കെ എത്രയോ വർഷങ്ങളായി പുലിക്കളി പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്നു. 14 സംഘങ്ങളൊക്കെ ടീമുകളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ചുരുങ്ങിയല്ലേ? ചുരുങ്ങി ഇപ്പോൾ 9 ടീമുള്ളൂ. അതെ അതെ, തീർച്ചയായും 6 ടീമിലേക്ക് വരെ വന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയുള്ള വർഷങ്ങളിൽ അത് കൂടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തവണ 9 എന്നാലും അതിൽ കുറവൊന്നും ഉണ്ടാവില്ല. അല്ല, ആ ഒരു പ്രകടനത്തിലും കുറവുണ്ടാവില്ല. എന്തായാലും നല്ല ആവശ്യത്തിലാണ് അല്ലേ? നല്ല ആവശ്യത്തിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പുലിക്കളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ നിഷാദ് ഭായിനെ വിളിച്ച് എനിക്ക് കമ്മിറ്റിയിൽ കയറണം എന്ന് പറഞ്ഞിട്ട് സന്തോഷം കൊണ്ട് ഞാൻ വന്നിട്ടുള്ളതാണ്. ഈ ആവേശം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ഇനി നമുക്ക് കാത്തിരിപ്പാണ് ആ പുലിക്കളിക്കായി, അരമണിക്കിലുക്കത്തിനായി, ആ പുലിച്ചൂടുകൾക്കായി. മഴ നമ്മളെ ഒരു ചെറിയ രീതിയിൽ ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷെ മഴയെല്ലാം മാറിപ്പോകും. കാരണം തൃശ്ശൂരിന്റെ മനസ്സ് പ്രാർത്ഥിക്കുകയാണ്. തൃശ്ശൂരിന്റെ മനസ്സ് ആവേശത്തിലാണ് ആ പുലിക്കളി ആയതുകൊണ്ട് മഴയെല്ലാം മാറി ഒരു തെളിഞ്ഞ നീലാകാശത്തിന് കീഴിലുള്ള ആ പുലിക്കളിക്കായി നമുക്ക് കാത്തിരിക്കാം. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. പുലിക്കളി ചമയ പ്രദർശനം അതത് പുലിമടകളിൽ തുടരുകയാണ്. സീതാറാമിൽ ദേശത്തിന്റെ പുലിച്ചമയ പ്രദർശനം രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. പുലിമുഖം, പുലിവാൽ, പുലിപാതുകം, പുലിമൂടി, പുലിക്കുടം, പുലിനഖം, പുലിത്തൊപ്പി, പുലി ട്രൗസർ, അരമണി, ഇലത്താളം, ചെണ്ട തുടങ്ങി നിരവധി പുലിച്ചമയങ്ങൾ കാണികളെ വിസ്മയിപ്പിച്ചു. ചക്കാമുക്ക് ദേശത്തിന്റെ പുലിക്കളി ചമയ പ്രദർശനം തുടരുന്നു. തൃശൂർ സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രാജേഷ് ചമയ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചമയ പ്രദർശനം കാണാൻ 100 കണക്കിന് ആളുകളെത്തി. ചിറ്റാറ്റുകരയിൽ ലോറിയിൽ സാധനങ്ങൾ കയറ്റുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പാവറട്ടി സ്വദേശി അന്തിക്കാടൻ വീട്ടിൽ ജേക്കബ് മകൻ 47 വയസ്സുള്ള ജോയ്സണാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ ചിറ്റാറ്റുകര പോൾ മാസ്റ്റർ പടി സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം. SNDP യോഗം തളിക്കുളം അമ്പലനട ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് MS സജീഷ് അധ്യക്ഷത വഹിച്ചു. KR ബൈജു, സുധീന്ദ്രബാബു ഏരണയെഴുത്ത് എന്നിവർ സംസാരിച്ചു. ജനകീയ ഐക്യവേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തിയും മഹാത്മാ അയ്യങ്കാളി ജയന്തിയും ആഘോഷിച്ചു. അയ്യങ്കാളിയുടെയും പഞ്ചമി എന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെയും രൂപം നൽകി തൃശൂർ സ്വരാജ് റൗണ്ടിൽ ശംഖുവിളിയോടെയും പുഷ്പവൃഷ്ടിയോടെയും പ്രദക്ഷിണം നടന്നു. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന സമ്മേളനം ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജനകീയ ഐക്യവേദി തൃശൂർ ജില്ലാ പ്രസിഡന്റ് VG അനിൽ അധ്യക്ഷനായിരുന്നു.
സംസ്ഥാന സെക്രട്ടറി ശശി നെട്ടിശ്ശേരി, സംസ്ഥാന അധ്യക്ഷൻ സൈജു ആലപ്പുഴ, KPMS നേതാവ് സന്തോഷ് കുമാർ, RSP നേതാവ് ശശിധരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി RS ബിജോയ് എന്നിവർ സംസാരിച്ചു. കിഴക്കുംപാട്ടുകര 2568 നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. കോർപ്പറേഷൻ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് TV സുനിൽ, ശാഖാ സെക്രട്ടറി PR രവി, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് എന്നിവർ പങ്കെടുത്തു. പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വെങ്കിടങ്ങിൽ അയ്യങ്കാളിയുടെ ജന്മദിനം ആചരിച്ചു. മണലൂർ ഏരിയ സെക്രട്ടറി VV സജീന്ദ്രൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് കൃഷ്ണൻ തുപ്പത്ത് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു കുമാരൻ, ഏരിയ ജോയിന്റ് സെക്രട്ടറി KV മനോഹരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ EV പ്രബീഷ്, ഷീജ രാജീവ്, അരുൺ ആനന്ദ്, CPM വെങ്കിടങ്ങ് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി KK ബാബു, MA ശങ്കരൻകുട്ടി, KV വേലുക്കുട്ടി, കുമാർ G അരിമ്പൂർ, ലോഹിതാക്ഷൻ മുല്ലശ്ശേരി, സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. SNDP യോഗം മാള യൂണിയന്റെ പരിധിയിലുള്ള ശാഖകളിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മാള ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലും കൊടുങ്ങല്ലൂർ യൂണിയന്റെ പൊയ്യ ശാഖയിലും വിവിധ പരിപാടികളോടെ ജയന്തി ആഘോഷിച്ചു. പൊയ്യ ശാഖയിൽ ഘോഷയാത്രയ്ക്കു ശേഷം നടന്ന പൊതുസമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് VN ഷാജി അധ്യക്ഷനായി. പൂപ്പത്തി ശാഖയിൽ ഘോഷയാത്രയ്ക്കു ശേഷം നടന്ന പൊതുസമ്മേളനം പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് MK കൃഷ്ണദാസ് അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ, ശാഖാ സെക്രട്ടറി PP രാജൻ, വാർഡ് മെമ്പർ CN സുധാർജനൻ എന്നിവർ സംസാരിച്ചു. കാഴ്ച പരിമിതിയുള്ള ലോട്ടറി വിൽപ്പനക്കാരന്റെ ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. ഇന്നത്തെ ഭാഗ്യം 60% കാഴ്ചക്കുറവുള്ള ലോട്ടറി വിൽപ്പനക്കാരൻ അന്തിക്കാട് സ്വദേശി TC നടരാജന്റെ 9 ഓണം ബമ്പർ ടിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. വിൽപ്പനയ്ക്കിടെ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ട ടിക്കറ്റുകൾക്കായി ഇനി അന്വേഷിക്കാത്ത ഇടമില്ല. ജന്മന പാതിയിലേറെയുള്ള അന്ധതയോടും ജീവിത സാഹചര്യങ്ങളോടും പൊരുതിയാണ് കഴിഞ്ഞ 7 വർഷമായി നടരാജൻ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്നത്. 9 ടിക്കറ്റിന്റെ വിപണി വില 4500 രൂപയാണെങ്കിലും ഈ പാവത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മൂല്യം അതിലും എത്രയോ മടങ്ങാണ്. നഷ്ടപ്പെട്ട ടിക്കറ്റ് നമ്പറുകൾ അധികൃതരെ അറിയിച്ച് ബ്ലോക്ക് ചെയ്തതിനാൽ കിട്ടുന്നവർക്ക് പ്രയോജനമുണ്ടാകില്ലെന്ന് നടരാജൻ പറഞ്ഞു. കഴിഞ്ഞ ജൂൺ മാസത്തിൽ പുത്തൻപീടികയിൽ വെച്ച് നടരാജന്റെ 19 ലോട്ടറി ടിക്കറ്റുകൾ ടിക്കറ്റ് എടുക്കാനെന്ന വ്യാജേനെ അടുത്തുകൂടിയയാൾ കവർന്ന് കടന്നു കളഞ്ഞതിനെ തുടർന്ന് അന്തിക്കാട് പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയെ പിടികൂടിയിരുന്നു. TCV തൃശൂർ. തൃശൂർ പാറമേക്കാവ് ദേവസ്വത്തിന്റെ പുതിയ കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. മേയർ ഡോക്ടർ ഡിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. വൈകിട്ട് 6:30 പുഷ്പാഞ്ജലി ഓഡിറ്റോറിയത്തിൽ പാലക്കാട് ഭൈരവി ഭജൻസിന്റെ ഭജൻ സന്ധ്യ ഉണ്ടാകും. 1 ലക്ഷത്തിലധികം ചതുരശ്ര അടി വിസ്തീർണമുള്ള കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണം 14 മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. പുഷ്പാഞ്ജലി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൃപ്പുത്തിരി മഹോത്സവം ഞായറാഴ്ച നടക്കും. രാവിലെ 8:30 മുതൽ 9:30 വരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് തൃപ്പുത്തിരി ചടങ്ങുകൾ നടക്കുക. ഭക്തജനങ്ങൾക്കായി 1200 ലിറ്റർ പുത്തരി പായസമാണ് അന്നേ ദിവസം ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്നത്. പുത്തരി പായസത്തിനുള്ള ടിക്കറ്റുകൾ നാളെ വൈകുന്നേരം 4 മണി മുതൽ ക്ഷേത്രത്തിലെ തെക്കേനട ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ലഭ്യമാകും. 250 മില്ലി ലിറ്റർ പായസത്തിന് 60 രൂപയാണ് നിരക്ക്. ഒരാൾക്ക് പരമാവധി 120 രൂപയുടെ പായസം വരെ ഷീട്ടാക്കാൻ സാധിക്കും. ഞായറാഴ്ച ഉച്ചപൂജയ്ക്ക് ശേഷമായിരിക്കും ഭക്തർക്ക് പ്രസാദ വിതരണം നടത്തുക. ആവേശം നിറച്ച കണ്ടശാംകടവ് ജലോത്സവത്തിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി എടത്വ ബോട്ട് ക്ലബിന്റെ ആലപ്പാടൻ ചുണ്ടൻ സ്വന്തമാക്കി. ജവഹർ തായങ്കിരി 2ാം സ്ഥാനവും നേടി. ചുരുളൻ വള്ളങ്ങളുടെ A ഗ്രേഡ് മത്സരത്തിൽ സംഘം ബോട്ട് ക്ലബിന്റെ ഗരുഡൻ 1ാം സ്ഥാനവും, പെരിങ്ങോട്ടുകര BBC വെണ്ണക്കൽ കടവിന്റെ താണിയൻ 2ാം സ്ഥാനവും നേടി. B ഗ്രേഡ് ചുരുളൻ വള്ളങ്ങളുടെ മത്സരത്തിൽ മുപ്പട്ടിത്തറ ബോട്ട് ക്ലബിന്റെ വടക്കുംപുറം 1ാം സ്ഥാനവും, നടുവിൽക്കര NKBCയുടെ തട്ടകത്തമ്മ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ പ്രദർശന മത്സരം മാത്രമാണ് നടന്നത്.
നടന്നത്. വിജയികൾക്കുള്ള സമ്മാനദാനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. സി രവീന്ദ്രനാഥ് MLA, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജ്യോതിലക്ഷ്മി വസന്തൻ, ക്ലെമൻ ഫ്രാൻസിസ്, CM നൌഷാദ്, PA സജിത, CK കൃഷ്ണകുമാർ, സിജി മോഹൻദാസ്, റൂറൽ SP നദിമുദ്ദീൻ, സുർജിത് എന്നിവർ സംസാരിച്ചു. യൂട്യൂബർ ഹെലനോഫ് സ്പാട്ടയ്ക്കെതിരെ വീണ്ടും കേസ്. ട്രാൻസ് വുമൺ ദീപ്തി കല്യാണിയെയും സുഹൃത്തിനെയും അധിക്ഷേപിച്ച് നടത്തിയ പരാമർശത്തിലാണ് കേസ്. ഹെലനോഫ് സ്പാട്ട എന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ സജീവമായ പെരുമ്പള സ്വദേശി SR ധന്യക്കെതിരെയാണ് തൃശൂർ സിറ്റി സൈബർ പോലീസ് കേസെടുത്തത്. 2 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കൊടകര കണ്ടംകുളകര കേശവനഗർ തെക്കുമുറി സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓണാഘോഷ പരിപാടികൾ മിമിക്രി താരം ജോബി കൊടകര ഉദ്ഘാടനം ചെയ്തു. സൌഹൃദ വനിതാ ഓണം കളി മത്സരം കാണികൾക്ക് വേറിട്ട ദൃശ്യാനുഭവമായി. മത്സരത്തിൽ ശിവദം ചെമ്പൂച്ചിറ, സഹസ്ര നന്ദിപുരം എന്നീ ടീമുകൾ മാറ്റുരച്ചു. മത്സരത്തിൽ പങ്കെടുത്ത ടീമുകൾക്കുള്ള ട്രോഫികൾ പഞ്ചായത്ത് അംഗങ്ങളായ ഗിരിജ ശ്യാംകുമാർ, ലിജോ കളത്തിങ്കൽ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. ആഘോഷ കമ്മിറ്റി കൺവീനർ ശിവൻ പെരുമ്പിള്ളി, പ്രസിഡന്റ് ഗംഗാധരൻ പാമ്പുങ്ങൽ, സെക്രട്ടറി സുകുമാരൻ നാനാട്ടി എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. PL വേൾഡ് ഓഫ് കംഫർട്ട്. മെത്തകൾ, സോഫകൾ, സോഫ കം ബെഡുകൾ, പില്ലോകൾ കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ആക്സസറീസുകളുടെയും പ്രീമിയം ഡെസ്റ്റിനേഷൻ ഇനി തൃശൂരിലും. മെഗാ ഓണം ഓഫർ. ഒരു സോഫ കം ബെഡ് അല്ലെങ്കിൽ ഒരു റിക്ലൈനർ ഫ്രീ ആയി സ്വന്തമാക്കാം. ഇനി എന്തിനു കാത്തിരിക്കണം? ഇന്ന് തന്നെ സന്ദർശിക്കൂ PL വേൾഡ് ഓഫ് കംഫർട്ട്, ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ, തൃശൂർ. Elista Golden Diamonds, Pallikkulam Road, Thrissur. Tradition crafted to perfection. The rich taste of Kerala Payasam, now as creamy, indulgent ice cream. Every spoonful bursting with the timeless taste of India. French Dairy Matka Kulfi and Payasam ice cream. Only from French Dairy Ice Creams. French Dairy, a taste factory. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800-123-0625. പരിപൂർണ സംരക്ഷണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി 140 വർഷത്തെ വിശ്വസ്തത, കുറഞ്ഞ പ്രീമിയം, കൂടുതൽ റിട്ടേൺ. ഇനി സമ്പാദ്യത്തോടൊപ്പം സംരക്ഷണവും. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ്. Kalpaka Weddings, where traditions become timeless. Kundankulam. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.
വാർത്തകൾ തുടരുന്നു. തളിക്കുളം വില്ല അപ്പാർട്ട്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ നാട്ടിക മേഖലാ കമ്മിറ്റി കുടുംബസംഗമം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സി രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും ഉണ്ടാകും. ഭാരവാഹികളായ PS മൊഹിയുദ്ദീൻ, RA ഷൌക്കത്ത് അലി, ബാലൻ ഇത്തിക്കാട്ട്, AA അബ്ദുള്ളക്കുട്ടി, അബ്ദുൾ അസീസ് തളിക്കുളം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചേറ്റുവ പുഴയിൽ മൃതദേഹം കരക്കടിഞ്ഞു. കടപ്പുറം വട്ടേക്കാട് ചുള്ളിപ്പാടം ഭാഗത്താണ് അഴുകിയ നിലയിൽ പുരുഷന്റെ മൃതദേഹം കരക്കടിഞ്ഞത്. ഇന്ന് രാവിലെ മത്സ്യത്തൊഴിലാളികളാണ് കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. പാൻസും ടീഷർട്ടുമാണ് വേഷം. മൃതദേഹത്തിന് 4-5 ദിവസത്തെ പഴക്കമുണ്ട്. ചാവക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൈക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പാലുവായി കാർഗിലിൽ പ്രതിഷേധ യോഗവും പ്രകടനവും നടത്തി. തിരുവോണ ദിവസം മദ്യപിച്ച് യാതൊരു പ്രകോപനവും കൂടാതെ കോൺഗ്രസ് പ്രവർത്തകനായ റോയ് നീലങ്കാവിലിനെ ആക്രമിച്ച കേസിലെ പ്രതിക്കെതിരെ കാപ്പ ചുമത്തണമെന്ന് കോൺഗ്രസ് യോഗം ആവശ്യപ്പെട്ടു. പ്രതിഷേധ യോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തൈക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് BV ജോയ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി AT സ്റ്റീഫൻ, പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ, സേവാദൾ ജില്ലാ ചെയർമാൻ PD റപ്പായി എന്നിവർ സംസാരിച്ചു. രാത്രിയായപ്പോൾ ഇരുട്ടു പറന്നപ്പോൾ പകൽ വെളിച്ചത്തിൽ ധൈര്യമില്ലാത്ത CPM-ന്റെ ഗുണ്ടകൾ ഇരുട്ടിൽ റോയിയെ അതിദാരുണമായി മർദ്ദിച്ചിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത CPM 1996-97 കാലഘട്ടത്തിലെ വിവേകോദയം ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഒത്തുകൂടി 30 വർഷത്തിനു ശേഷമായിരുന്നു കൂടിച്ചേരൽ. അധ്യാപകരും വിദ്യാർത്ഥികളും സംഗമത്തിൽ പങ്കെടുത്തു. അധ്യാപികയും ഇപ്പോഴത്തെ വൈസ് പ്രിൻസിപ്പാളുമായ പത്മജ, സ്റ്റുഡൻസ് കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി വിനോദ് രാമകൃഷ്ണൻ, രമേഷ് കുമാർ, ശങ്കരനാരായണൻ, രതീഷ് എന്നിവർ സംസാരിച്ചു. അൻപത്തഞ്ച് നർത്തകിമാർ ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്താവിഷ്കാരം കൃഷ്ണായനം ഞായറാഴ്ച പെരിങ്ങാവിൽ അരങ്ങേറും. പെരിങ്ങാവ് ധന്വന്തരി ക്ഷേത്രത്തിൽ വൈകിട്ട് 6:30 നൃത്താവിഷ്കാരം. 4 വയസ്സ് മുതൽ 74 വയസ്സ് വരെയുള്ളവർ നൃത്തത്തിന്റെ ഭാഗമാകും. സുധാ മേലെപ്പാട്ടിന്റെ നേതൃത്വത്തിലാണ് നൃത്താവിഷ്കാരം ഒരുക്കുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്തും ഇടിയഞ്ചിറ സൌഹൃദ കൂട്ടായ്മയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജലോത്സവം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാംസ്കാരിക സമ്മേളനം മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. 9 B ഗ്രേഡ് വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. സംഘാടക സമിതി ചെയർമാൻ KA ബാലകൃഷ്ണൻ, കൺവീനർ അസ്കർ അലി തങ്ങൾ, MK ഹബീബ്, MB മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വനിതാ സാഹിതി സംസ്ഥാന നാടക സംഘത്തിന്റെ നാടകോത്സവം ഞായറാഴ്ച തൃശൂരിൽ നടക്കും. 19 നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നത്. റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന നാടകോത്സവം നാടക പ്രവർത്തകൻ ശ്രീജ ആറങ്ങോട്ടുകര ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ D ഷീല, രപിത ഹരിദാസ്, K സന്ധ്യ, ഡോക്ടർ KR ബീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SNDP യോഗം ചന്ദ്രാപിന്നി ശ്രീകുമാരമംഗലം ശാഖയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ശാഖാ പ്രസിഡന്റ് ജയരാജൻ മേനോത്തുപറമ്പിൽ പതാകവന്ദനം നടത്തി. നാട്ടിക യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണംപുള്ളി, ശാഖാ സെക്രട്ടറി ഗോപിനാഥൻ പോത്താംപറമ്പിൽ, കൃഷ്ണപ്രിയ സുജേഷ്, യൂണിയൻ കമ്മിറ്റി അംഗം പ്രജോദ് പണിക്കശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. SNDP യോഗം പെരിഞ്ഞനം ഈസ്റ്റ് ശാഖയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. SNDP യോഗം വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ദിൽഷൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ER കാർത്തികേയൻ അധ്യക്ഷനായി. മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനത്തിൽ ദളിത് ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. ദളിത് ലീഗ് ജില്ലാ സെക്രട്ടറി രജനി കൃഷ്ണാനന്ദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PT മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ദളിത് ലീഗ് ജില്ലാ സെക്രട്ടറി സുമതി ബാബുക്കുട്ടൻ, ദളിത് ലീഗ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി KA പുരുഷോത്തമൻ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ TK ഉബൈദു, മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TK സെയ്ദു എന്നിവർ പങ്കെടുത്തു.
ജമാഅത്ത് ഇസ്ലാമി ചന്ദ്രാപിന്നി ഘടകം സൗഹൃദ സംഗമം ഡോക്ടർ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് ഇസ്ലാമി മതിലകം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ അമ്പിളി മുഖ്യാതിഥിയായി. മുനവറുൽ ഇസ്ലാം ജുമാ മസ്ജിദ് ഖത്തീബ് നസിൽ അസ്ഹരി, ജമാഅത്ത് ഇസ്ലാമി ചന്ദ്രാപിന്നി ഘടകം പ്രസിഡന്റ് PN നസീർ, സുഭാഷ് ദാസ്, രഘുനന്ദൻ, ബഷീർ കോയാസ്, നസീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ NSS കരയോഗത്തിന്റെ ഓണാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് T സത്യൻ അധ്യക്ഷത വഹിച്ചു. NSS ഭാരവാഹികളായ NU ഗിരീഷ്, MC രാജേഷ്, K വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി. ക്യാൻസർ ബാധിച്ച് ചികിത്സയിലുള്ള 7ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ധനസഹായം കൈമാറി. കിഴക്കേ കുറ്റിച്ചിറ സ്വദേശി കൊളക്കാട്ടി സന്തോഷിന്റെ മകൻ അഭിയാണ് വെല്ലൂർ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം അഭിയുടെ പിതാവിന് തുക കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,650 രൂപ, പവന് 1,17,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സുകുമാരക്കുറുപ്പുമായി രൂപസാദൃശ്യമുള്ളയാളെ വിദേശത്ത് കണ്ടെത്തിയെന്ന വാർത്തയിൽ ട്വിസ്റ്റ്. പുറത്ത് പ്രചരിക്കുന്നത് കരുമത്ര സ്വദേശി ദാമോദരമേനോന്റെ ചിത്രമാണെന്ന് ബന്ധുക്കൾ. സ്പെഷ്യൽ ബ്രാഞ്ച് ACP വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. തൃശൂരിൽ നാളെ പുലിയിറക്കം. പുലിമടകളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇത്തവണ 9 സംഘങ്ങളാണ് ചുവടുവയ്ക്കുന്നത്. ചിറ്റാറ്റുകരയിൽ ലോറിയിൽ നിന്ന് സാധനങ്ങൾ കയറ്റുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പാവറട്ടി സ്വദേശി ജോയ്സനാണ് മരിച്ചത്. ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ജയന്തി ആഘോഷം ഇന്ന്. നാടെങ്ങും വിപുലമായ പരിപാടികൾ. കാഴ്ചപരിമിതിയുള്ള ലോട്ടറി വിൽപ്പനക്കാരന്റെ ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. 9 ലോട്ടറി ടിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്.